അങ്ങനെ ലക്ഷദ്വീപിലേക്ക് പോകാനായി എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് 150 രൂപ കൊടുത്ത് ലക്ഷദ്വീപ് വാർഫിലേക്ക് എത്തി. ലക്ഷദ്വീപ് വാർഫ് അഥവാ സ്കാനിങ് സെൻറ്റർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമ്മുടെ ടിക്കറ്റും ഐ ഡി എല്ലാം നല്ലോണം ചെക്ക് ചെയ്തതിന് ശേഷമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഒന്നല്ല രണ്ടല്ല മൂന്നെടുത്ത് അവർ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്കാനിങ്ങും കഴിഞ്ഞതിന് ശേഷമേ നമ്മളെ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. സ്കാനിങ്ങും ചെക്കിങ്ങും ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പോകാനായി ഇതുപോലെ ഒരു ബസ് അവിടെ കിടപ്പുണ്ടായിരിക്കും. അങ്ങനെ ബസ്സിൽ കയറി ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ കപ്പൽ കിടക്കുന്ന സ്ഥലത്തോട്ടെത്തും. പിന്നെ അവിടുന്ന് നമ്മുടെ സാധനങ്ങളും ചുമന്ന് കയറ്റത്തോട് കയറ്റം. നമ്മളവിടെ ചെന്നെത്തിയപ്പോൾ ഇതാ കിടക്കുന്നു നമ്മുടെ കപ്പൽ MV കോറൽസ്. MV കോറൽസ് എന്ന കപ്പലിലാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ പോകുന്നത്. ഏകദേശം 350ഓളം പാസഞ്ചേഴ്സ് ഈ കപ്പലിൽ പോകാൻ കഴിയുമെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മുടെ അനാർക്കലി സിനിമയുടെ ഷൂട്ട് നടന്നത് ഈ കപ്പലിൽ വെച്ചാണ്. അങ്ങനെ ആ കപ്പലിൽ തന്നെ നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ കപ്പലിനെ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.